ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വെള്ളിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കാട്ടൽ മാർക്കറ്റിലും പരിസര പ്രദേശത്തൊക്കെ ചെടിയും കൊണ്ട് വരുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ചെടിയും കൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു 1, 2, 3 വീഡിയോ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ മാത്രമല്ല, പൂ ഉണ്ടാകുന്ന ചെടികൾ മാത്രമല്ല, ഫ്രൂട്ട്സിൻ്റെ തൈകളും എല്ലാം ഉണ്ട്. മിറക്കിൾ ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ ഐറ്റംസ്, നമ്മുടെ മധുരമുള്ള അമ്പഴം, പലതരത്തിലുള്ള മാങ്ങ, പലതരത്തിലുള്ള പ്ലാവ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേട്ടൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളുടെ ഒരുപാട് കളക്ഷൻസും ചേട്ടൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം ഞാൻ ചെടിപ്രേമിയല്ല, എനിക്ക് ചെടി അത്രയും താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടുകളിലൊക്കെ എനിക്ക് പണ്ട് മുതലേ ഞാനിങ്ങനെ ആഗ്രഹിക്കും, നമ്മുടെ ഒരു വീട്ടിൽ നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഡബ്ലോളി, നെല്ലി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വേണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലുതാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വേറെ എങ്ങും പോകണ്ടല്ലോ. നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾക്ക് ഒരു ഓർമ്മയില്ലേ, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഡബ്ലോളിക്കേക്കൊക്കെ ചെന്ന് നിൽക്കുന്നതും ചാമ്പയ്ക്ക വിൽക്കാൻ പോകുന്നതും ഒക്കെ ഉള്ള ഓർമ്മ അന്നേ ഓർക്കും. നമ്മുടെ ഒരു വീടുണ്ടാകുമ്പോൾ അവിടെ ഒരു ഇതുകൂട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം വെച്ച് പിടിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ചേട്ടൻ്റെ നിന്നാണ് ഞാൻ കൂടുതലും ചെടികളല്ല, ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ തൈകളെല്ലാം വാങ്ങിച്ചത്. രണ്ട് മാവോ, 3 തരം പ്ലാവ്, പിന്നെ സ്ട്രോബെറി പേര, അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ ചേട്ടനോട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചില ഓറഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തോ മോനെ, ചൈനീസ് ഓറഞ്ച്, അങ്ങനെ അതെല്ലാം ഞാൻ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ചേട്ടൻ മിറക്കിൾ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബഡ്ഡിങ് ചെയ്ത ഇതുണ്ടല്ലോ, ഫ്രൂട്ട്സിൻ്റെ ബഡ്ഡിങ് ചെയ്ത ബഡ് ചെയ്ത തൈകൾ, അതെല്ലാം ചേട്ടൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന സമയത്ത് ചിലപ്പം ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ചെടിയാണ് ചോദിക്കുന്നത്, അതില്ലെങ്കിൽ അടുത്ത തവണ നമ്മുടെ ഏരിയയിൽ വരുന്ന സമയത്ത് ആ ചെടി നമുക്ക് അവിടെ കൊണ്ടുതരും. അപ്പോൾ ഞാനാണെങ്കിൽ എന്തായിരുന്നു, ഒരു ചെടി വാങ്ങിച്ച്, എന്തായിരുന്നു, പാരിജാതം പൂത്തു, അതിൻ്റെ അല്ലടി, പാരിജാതം പൂത്തു എന്ന് പറഞ്ഞ് ഒരു പാട്ടുണ്ടല്ലോ, ദേവദാരു, ദേവദാരു എന്ന്, പാരിജാതം ദേവദാരു പൂത്ത്, ആ ദേവദാരു മേടിച്ചു. അപ്പോൾ അത് അതിൻ്റെ ഇലയെന്ന് വെച്ചാൽ നല്ല മണമാണ്. നമുക്ക് തന്നെ ഇങ്ങനെ അതിൻ്റെ ഇല ഇങ്ങനെ എടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കുമ്പോഴും നല്ല മണം. അപ്പോൾ ചേട്ടൻ അത് പറഞ്ഞാൽ തന്നത് തന്നെ. പിന്നെ ഞാനാണെങ്കിൽ ഇതുണ്ടല്ലോ, ആര്യവേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേട്ടൻ്റെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ചേട്ടൻ എപ്പോഴും ഫ്രൂട്ട്സ് ഐറ്റംസും എന്താ പേരയൊക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, മോളെ ഇതെടുക്ക്. ചേട്ടനറിയാം കാശില്ലേലും ഞാൻ എങ്ങനെയും ഒരു ഫ്രൂട്ട്സ് ഐറ്റം വാങ്ങിക്കുമെന്നറിയാം. സ്ട്രോബെറി പേര് അങ്ങനെയൊക്കെയുള്ള കുറേ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, ഒന്ന് നോക്കുന്നതിന് കാശൊന്നും വേണ്ടല്ലോ മോളെ, ഒന്ന് നോക്കടി മോളെ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. പക്ഷേ ഞാൻ എങ്ങനെയും ഒരെണ്ണമെങ്കിലും ചേട്ടനെ നിന്ന് എടുക്കുന്ന ചേട്ടന് ഉറപ്പാണ്. കാരണം എനിക്ക് ഫ്രൂട്ട്സും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ എന്തോ ഒരു ക്രൈസാണ്. അപ്പം പിന്നെ ചേട്ടൻ്റെ വളങ്ങളും ഉണ്ട്. നമ്മൾ വളം ചോദിച്ചാൽ ഈ ചെടിക്കിടുന്ന വളങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ റോസ തന്നെ പലതരം റോസയുണ്ട്, പിന്നെ ഡാലിയ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ ചെടികൾ, പുതിയ തരം കുറേ ചെടികൾ, ഞാൻ കേൾക്കാത്ത കൂട്ട് പോലുമുള്ള ചെടികൾ, ഒരു ചെടിയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പക്ഷേ എൻ്റെ മോക്ക് ആ ചെടിയുടെ ഇതറിയാം. ഏതായിരുന്നു മോനെ എൻ്റെ പേര്? അവയു എന്ന് പറഞ്ഞ ചെടി, അതിൻ്റെയൊക്കെ തൈകളും എല്ലാം ഉണ്ടായിരുന്നു. അതിനൊക്കെ വലിയ വിലയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് 150, 100 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലുള്ള ചെടികളായിരിക്കും വാങ്ങിക്കുന്നത് കൂടുതൽ. പിന്നെ എല്ലാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ചെടികളാണ് ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതുകൂടി ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതിനകത്തിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ചെടിയാണോ, നിങ്ങൾ ഫ്രൂട്ട്സാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ ഹരിപ്പാട് ഏരിയയിൽ ഉള്ളവരാണെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചെടി വന്ന്, ചേട്ടനെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ചേട്ടൻ ഈ പേരെടുത്ത് വെച്ചിട്ട് പറയുന്നത്, കണ്ടോ മോളെ ഇത് നിറയെ കായുണ്ട്, അതുകൊണ്ട് മോൾ മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ആവേശം കൊള്ളിക്കുകയാണ്. അല്ലെങ്കിൽ മിറാക്കിൾ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ആവേശം കൊള്ളിക്കുകയാണ്. ഞാൻ എന്തായാലും അവസാനം ചേട്ടൻ പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് പിന്നെ ഞാനും പറഞ്ഞ് ചേട്ടനാണെങ്കിൽ ഒരു പേര എടുക്കാം. പേര തന്നെ ഞങ്ങളുടെ വീട്ടിൽ 3 പേരയുണ്ട്. സ്ട്രോബെറി അല്ലാത്ത സാധാ നാടൻ 2 പേര, പിന്നെ നമ്മുടെ സ്ട്രോബെറി പേര. ഇനി ഒരു പേരയും കൂടി ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താണേലും തകർക്കാവെന്നോർത്ത്
പിന്നെ കണ്ട ഡാലിയൊക്കെ കണ്ട, ഇത് കണ്ട നല്ല പൂ വിരിഞ്ഞ് നിൽക്കുകയാണ് എല്ലാം. ഞാൻ പ്രാവശ്യം മാങ്ങ വാങ്ങിച്ചായിരുന്നു ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. മാങ്ങ നിറയെ കാ പിടിച്ച മാങ്ങ, നല്ല ഒരു കൊല പോലെ മാങ്ങ ഇതുണ്ട്, കായ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങ് നമ്മളങ്ങോട്ട് വെച്ച് ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുവാ ഈ മാങ്ങയുടെ ഇതെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. മാങ്ങയുണ്ടല്ലോ, കുഞ്ഞു മാങ്ങയായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകളോ നമ്മുടെ ചെടികളോ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവർ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് ആണെന്നുള്ള കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചേട്ടൻ്റെ ഇന്ന് ചെടികൾ വേണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഫോൺ വിളിച്ചാൽ മതി. ഹരിപ്പാട് ഏരിയയിലെ ഏത് ഏരിയയിലാണേലും ചേട്ടൻ കൊണ്ട് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.